ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചെയ്യുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ്. ഇതൊരു ഒതൻറ്റിക് സ്റ്റൈലുള്ള വറുത്തരച്ച ചെമ്മീൻ കറിയൊന്നുമല്ല. ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോക്ക് താഴെ ഇതുപോലെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ആ ഒരു ബെല്ലിൻ്റെ പടത്തിൽ മുകളിലത്തെ ഓപ്ഷനിൽ ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഏത് ചട്ടിയായാലും നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തേങ്ങ വറുത്തെടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഏകദേശം ഒരു വലിയ തേങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണം, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് വരെ എടുക്കാം 1/2 കിലോ ചെമ്മീന്. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ചതുക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു വറ്റൽമുളക് 2 പീസായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു മതി, അധികം ആവാതെ ശ്രദ്ധിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക, കരിഞ്ഞു പോകാനുള്ള പേടിയുള്ളവർ. അല്ലെങ്കിൽ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് പിന്നെ ഈ ഒരു സ്റ്റേജിലൊക്കെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും ഈ ഒരു കറി. അതുപോലെ തന്നെ ഒരു വലിയ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും വഴറ്റി കൊടുക്കുക. ഈ ഒരു പച്ചമണമൊക്കെ പോകണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടികളൊക്കെ. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. ഇപ്പോൾ ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങ. ഈ ഒരു കളറിൽ കിട്ടണം, അപ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റി അതുപോലെ നല്ലൊരു കളറായിട്ട് നിൽക്കും. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 10-15 ചെറിയുള്ളി, അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു ചെറിയ സ്പൂണിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് അരക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് നല്ല പേസ്റ്റായിട്ട് കിട്ടുക ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചട്ടിയിൽ, എപ്പോഴും ഇതുപോലുള്ള കറികളൊക്കെ ചെയ്യുമ്പോൾ മൺചട്ടി ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പം ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഞാനിവിടെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക്, ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ചെറിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഗാർലിക് ഇട്ടിട്ടുണ്ടായിരുന്നു തേങ്ങ വറുക്കുന്ന ടൈമിൽ. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി ഒന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. കണ്ടില്ല, തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പുളിയാണ്, ഓരോ പുളിക്കും പുളിപ്പ് രസമായിരിക്കും, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് വലിയ ടൈപ്പ് ചെമ്മീനായതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ ചിലരൊക്കെ ചെയ്യുന്നത് ചെമ്മീൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു അരപ്പിലിട്ട് വേവിച്ചെടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് വലിയ ചെമ്മീനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വേവിച്ച് കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്കൊക്കെ വയറ്റിനൊക്കെ നല്ല പ്രശ്നമായിരിക്കും അധികം വേവിക്കാതെ കഴിക്കുന്നത്. ചെമ്മീൻ പെട്ടെന്ന് വേവുന്നൊക്കെയാണ് പറയാറ്, പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒരു നല്ലതായിട്ട് തോന്നുന്നത്. നമുക്ക് ഒരു 15 മിനിറ്റ് ചെമ്മീൻ വേവിച്ചതിന് ശേഷം ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ബാക്കിയുള്ള മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുളിയും ഉപ്പുരസമൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഞാനിവിടെ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായി നമ്മൾ ഇത് അടച്ച് വെച്ച് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ഇത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്